ഗുഡ് ആഫ്റ്റർനൂൺ ടു ഓൾ. സ്വാമി ദയാനന്ദ സരസ്വതിയാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഇൻട്രൊഡക്ഷൻ. സ്വാമി ദയാനന്ദ സരസ്വതി വാസ് എ ഗ്രേറ്റ് ഹിന്ദു റിഫോമർ, ഫിലോസഫർ ആൻഡ് എ സോഷ്യൽ തിങ്കർ ഓഫ് 19th century ഇൻ ഇന്ത്യ. 19ാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന ഒരു സോഷ്യൽ തിങ്കർ, ഫിലോസഫർ, റിഫോമറൊക്കെയാണ് സ്വാമി ദയാനന്ദ സരസ്വതി. ഹീ ഈസ് ബെസ്റ്റ് നോൺ ആസ് ദ ഫൗണ്ടർ ഓഫ് ആര്യ സമാജ്. അപ്പോൾ ആര്യ സമാജ് സ്ഥാപകനാണ് സ്വാമി ദയാനന്ദ സരസ്വതി. ബോൺ ഇൻ 1824 ഇൻ ഗുജറാത്ത്. ഒറിജിനൽ നെയിം മൂൽ ശങ്കർ. ഡൈഡ് ഇൻ 1883. മോട്ടോ ബാക്ക് ടു ദി വേദാസ്. വേദങ്ങളിലേക്ക് മടങ്ങുക എന്ന് പറഞ്ഞത് ആരാണ്? സ്വാമി ദയാനന്ദ സരസ്വതിയാണ്. ഇനി ഫിലോസഫി ആൻഡ് ഐഡിയാസ്. ബാക്ക് ടു ദി വേദാസ്. ബിലീവ് ദാറ്റ് വേദാസ് ആർ ദ അൾട്ടിമേറ്റ് സോഴ്സ് ഓഫ് ട്രൂത്ത്. ട്രൂത്തിൻ്റെ അൾട്ടിമേറ്റ് സോഴ്സ് എന്ന് പറയുന്നത് വേദാസ് ആണ്. റിജക്റ്റഡ് ലേറ്റർ ഡിസ്റ്റോർഷൻ ഇൻ ഹിന്ദുസ്. എയിം പ്യൂരിഫൈ റിലീജിയൻ ആൻഡ് സൊസൈറ്റി. അതായത് മതത്തെ പ്യൂരിഫൈ ചെയ്യുക, മതത്തെയും സൊസൈറ്റിയെയും. അടുത്തതാണ് മോണോത്തിസം. ബിലീവ്ഡ് ഇൻ വൺ ഗോഡ്. നമ്മളിത് രാജാറാം മോഹൻ റോയിലും പഠിച്ചതാണ്. മോണോത്തിസം ബിലീവ്സ് ഇൻ വൺ ഗോഡാണ്. ഒപ്പോസ്ഡ് ഐഡോൾ വർഷിപ്പ് ആൻഡ് റിച്വൽസ്. ദെൻ റാഷണലിസം. പ്രൊമോട്ടർ റീസൺ ആൻഡ് ലോജിക്. റീസണും ലോജിക്കും ആയിട്ടുള്ള ആശയങ്ങൾ പ്രൊമോട്ട് ചെയ്തു. ദെൻ ക്രിട്ടിസൈസ്ഡ് ബ്ലൈൻഡ് ഫെയ്ത്ത് ആൻഡ് സൂപ്പർസ്റ്റിഷൻ. ഇതൊന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് നിങ്ങളെ വെറുപ്പിക്കാമെന്നേ ഉള്ളൂ, അതുകൊണ്ട് എക്സ്പ്ലെയിൻ ചെയ്യാത്തത്. ദെൻ സോഷ്യൽ ഇക്വാലിറ്റി. ഒപ്പോസിറ്റ് കാസ്റ്റ് സിസ്റ്റം ബേസ്ഡ് ഓൺ ബർത്ത്. അല്ലേ, ജന്മത്തിൽ നിന്നുള്ള ആ കാസ്റ്റ് സിസ്റ്റത്തെ അദ്ദേഹം എതിർത്തു. അതായത് ഇന്ന ആൾ ജനിച്ചത് ഇന്ന കാസ്റ്റിൽ എന്നുള്ള ആശയം അദ്ദേഹം എതിർത്തു. സപ്പോർട്ടഡ് വർണ്ണ ബേസ്ഡ് ഓൺ മെറിറ്റ്. വർണ്ണ എന്ന് പറയുന്നത് മെറിറ്റിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കണം. അദ്ദേഹത്തിൻ്റെ സോഷ്യൽ റിഫോംസ് എഗെയിൻസ്റ്റ് സോഷ്യൽ ഈവിൽസ്. എന്തൊക്കെയാണ് ഓപ്പോസ് ചെയ്തിരിക്കുന്നത്? ചൈൽഡ് മാരേജ്, അൺടച്ചബിലിറ്റി, സൂപ്പർസ്റ്റിഷൻ. അന്ന് നിലവിൽ നിന്ന എല്ലാത്തിനെയും എതിർത്തിരുന്നു. അപ്പോൾ അന്ന് നിലവിൽ നിന്നിരുന്ന കുറച്ച് കാര്യങ്ങൾ ഓർത്തിരുന്നാൽ മതി. അടുത്തത് വുമൺ എംപവർമെൻ്റ് ആണ്. സപ്പോർട്ടഡ് വിഡോ റീമാരേജ്, വുമൺസ് എഡ്യൂക്കേഷൻ. ദെൻ എഡ്യൂക്കേഷൻ പ്രൊമോട്ടർ വേദിക് എഡ്യൂക്കേഷനും മോഡേൺ നോളജ് രണ്ടും കേട്ടോ. വേദിക് എഡ്യൂക്കേഷനും മോഡേൺ നോളജും അദ്ദേഹം പ്രൊമോട്ട് ചെയ്തിരുന്നു. പിന്നെ ഇൻസ്പയർഡ് DAV ദേവ്, അതായത് ദയാനന്ദ് ആംഗ്ലോ വേദിക് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആണ് കേട്ടോ. ഇൻസ്പയർഡ് ദേവ്. അദ്ദേഹത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ആശയമാണ് ആര്യ സമാജ് 1875. എന്തൊക്കെയായിരുന്നു ലക്ഷ്യം? സ്പ്രെഡ് വേദിക് നോളജ്, ദെൻ പ്രൊമോട്ട് സോഷ്യൽ റിഫോം, ഫൈറ്റ് റിലീജിയസ് കറപ്ഷൻ. അതെ, വേദിക് നോളജ് സ്പ്രെഡ് ചെയ്തു. സോഷ്യൽ റിഫോം, അദ്ദേഹം മൊത്തത്തിലുള്ള ഒരു സാമൂഹിക പരിഷ്കരണത്തെ അദ്ദേഹം പ്രൊമോട്ട് ചെയ്തു. ദെൻ റിലീജിയസിലുള്ള കറപ്ഷനെതിരെ ഫൈറ്റ് ചെയ്തു. എന്തായിരുന്നു പ്രധാനപ്പെട്ട പ്രിൻസിപ്പിൾസ്? ട്രൂത്ത്, അതുപോലെ തന്നെ സോഷ്യൽ വെൽഫെയർ, യൂണിവേഴ്സൽ ബ്രദർഹുഡ്. അദ്ദേഹത്തിൻ്റെ പൊളിറ്റിക്കൽ ഐഡിയാസാണ്. ഒന്നാമത്തത് സ്വരാജ്. ഏർലി അഡ്വക്കേറ്റ് ഓഫ് സെൽഫ് റൂൾ, സ്വരാജ്. ദെൻ നാഷണലിസം. പ്രൊമോട്ടർ പ്രൈഡ് ഇൻ ഇന്ത്യൻ കൾച്ചർ ആൻഡ് ഹെറിറ്റേജ്. ഒക്കെ ഇന്ത്യൻ കൾച്ചറും ഹെറിറ്റേജും അതിനാണ് അദ്ദേഹം കൂടുതൽ പ്രാധാന്യം കൊടുത്തത്. ആൻറ്റി കൊളോണിയൽ സ്പിരിറ്റ്. ഇൻസ്പയർഡ് ലേറ്റർ ഫ്രീഡം ഫൈറ്റേഴ്സ്. അല്ലേ, അപ്പോൾ മുമ്പുണ്ടായിരുന്ന ഫ്രീഡം ഫൈറ്റേഴ്സിൽ നിന്ന് പാഠങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് തന്നെ അദ്ദേഹം കൊളോണിയൽ മൂവ്മെൻറ്റിന് എതിരായിരുന്നു. അടുത്തത് നോക്കാം. മേജർ വർക്ക്സ് ഏതാണെന്ന് നോക്കി. ഒന്നാമത് സത്യാർത്ഥ് പ്രകാശ്, ലൈറ്റ് ഓഫ് ദി ട്രൂത്ത്. ഇത് ചോദിക്കാറുണ്ട് കേട്ടോ. ദ ലൈറ്റ് ഓഫ് ദി ട്രൂത്ത് ആരുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു? സ്വാമി ദയാനന്ദ സരസ്വതി. ട്രൂ മീനിങ് ഓഫ് ദി വേദാസ്, കൺസെപ്റ്റ് ഓഫ് വൺ ഗോഡ്, ക്രിറ്റിസിസം ഓഫ് ഐഡൽ വർഷിപ്പ്, സൂപ്പർസ്റ്റിഷൻ ആൻഡ് സോഷ്യൽ ഈവിൽസ്. ഇതൊക്കെയാണ് ആ ബുക്കിൽ പറയുന്നത്. മറ്റു വർക്ക്സാണ് ഋഗ്വേദ ഭാഷ്യ, യജുർവേദ ഭാഷ്യ ആൻഡ് സംസ്കാർ വിധി. ഇനി പൊളിറ്റിക്കൽ സയൻസിൻ്റെ സിലബസിലുള്ളത് നമുക്ക് പഠിക്കാം. വേദാന്തിക് സോഷ്യലിസം. അപ്പോൾ ആരാണ് ഈ വേദാന്തിക് സോഷ്യലിസത്തിൻ്റെ ആളെന്ന് ചോദിച്ചാൽ അത് സ്വാമി ദയാനന്ദ സരസ്വതിയാണ്. വേദാന്തിക് സോഷ്യലിസം ഈസ് എ യുണീക്ക് സിന്തസിസ് ഓഫ് ഇന്ത്യൻ സ്പിരിച്വൽ ഫിലോസഫി.
ആൻഡ് മോഡേൺ സോഷ്യലിസ്റ്റ് ഐഡിയാസ്. ഇറ്റ് എംഫസിസ് എന്തിനൊക്കെയാണ് വേദാന്തിക് സോഷ്യലിസം പ്രാധാന്യം നൽകുന്നത്? സ്പിരിച്വൽ യൂണിറ്റി, ഇക്വാലിറ്റി ആൻഡ് സോഷ്യൽ ജസ്റ്റിസ് റാദർ ദാൻ പ്യുവർലി മെറ്റീരിയൽ റീഡിസ്ട്രിബ്യൂഷൻ. അപ്പോൾ മെറ്റീരിയൽ ആസ്പെക്ട്സിനേക്കാളും ഈ സ്പിരിച്വൽ യൂണിറ്റിക്ക്, ഇക്വാലിറ്റിക്ക്, സോഷ്യൽ ജസ്റ്റിസിനൊക്കെയാണ് അദ്ദേഹം ഈ വേദാന്തിക് സോഷ്യൽ എന്ന് പറയുന്ന ഫിലോസഫിയിൽ കൂടുതൽ ഇമ്പോർട്ടൻസ് നൽകിയതായിട്ടാണ് കാണുന്നത്. റൂട്ടഡ് ഇൻ വേദാന്ത, പോപ്പുലൈസ്ഡ് ബൈ തിങ്കേഴ്സ് ലൈക്ക് സ്വാമി വിവേകാനന്ദ, എയിംസ് ടു കമ്പൈൻ സ്പിരിച്വൽ അപ്ലിഫ്റ്റ്മെൻറ്റ് ആൻഡ് എക്കണോമിക് ജസ്റ്റിസ് ആണ് കേട്ടോ. സ്പിരിച്വൽ അപ്ലിഫ്റ്റ്മെൻറ്റും അതുപോലെ തന്നെ സാമ്പത്തിക നീതിയും അല്ലേ, ഇത് രണ്ടും. അപ്പം നമ്മൾ ആത്മീയമായിട്ടുള്ള ഉയർച്ചയും വേണം, സാമ്പത്തിക നീതിയും വേണം. ഇതിൻ്റെ ഒരു കോമ്പിനേഷനായിട്ടാണ് അദ്ദേഹം ഇത് കൊണ്ടുവന്നത്. ഇനി ഫിലോസഫിക്കൽ ഫൗണ്ടേഷനാണ് നോക്കാം. വേദാന്തിക് സോഷ്യലിസം ഈസ് ബേസ്ഡ് ഓൺ കീ ഐഡിയാസ് ഓഫ് വേദാന്ത. ഏതൊക്കെയാണ്? യൂണിറ്റി ഓഫ് എക്സിസ്റ്റൻസ്, ഓൾ ബീയിങ്സ് ആർ മാനിഫെസ്റ്റേഷൻസ് ഓഫ് ദി സെയിം യൂണിവേഴ്സൽ സോൾ അല്ലേ. അപ്പോൾ ബ്രഹ്മം എന്ന് പറയുന്ന ആ ഒരു യൂണിവേഴ്സൽ സോളിൽ നിന്നാണ് എല്ലാവരും ഇടയും ജനനം. ദെയർ ഫോർ നോ ഇന്നിക്വാലിറ്റി ഇൻ എസൻസ്. അതുകൊണ്ട് അതിൻ്റെ അന്തസത്തയിൽ ഒരു ഇന്നിക്വാലിറ്റിയും ഇല്ല. ലെറ്റ്സ് ടു ഇക്വാലിറ്റി, ഫ്രട്ടേണിറ്റി ആൻഡ് സോഷ്യൽ ഹാർമണി. Then concept of divinity in man. Every individual has divine potential. Poverty and inequality are not natural but social evils അല്ലേ. അപ്പോൾ പോവർട്ടി ഇന്നിക്വാലിറ്റി എന്ന് പറയുന്നത് ഒരിക്കലും ഒരു നാച്ചുറലായിട്ടോ അല്ലെങ്കിൽ ബർത്തിനാൽ കിട്ടുന്ന ഒന്നുമല്ല, ഇത് സോഷ്യൽ ഈവിളായിട്ടാണ് കണക്കാക്കുന്നത്. പ്രിൻസിപ്പിൾ ഓഫ് നോ ഡ്യുവലിസം, അദ്വൈത, അസോസിയേറ്റഡ് വിത്ത് ആദി ശങ്കരാചാര്യ. നോ സെപ്പറേഷൻ ബിറ്റ്വീൻ സെൽഫ് ആൻഡ് അതേഴ്സ്. ഞാനും നിങ്ങളും തമ്മിൽ മറ്റു ഒരു സെപ്പറേഷനില്ല, വ്യത്യാസമില്ല. ലെറ്റ്സ് ടു സർവീസ് ടു അതേഴ്സ്, സർവീസ് ടു സെൽഫ്. അതുകൊണ്ട് നമ്മൾ നമുക്കും മറ്റുള്ളവർക്കും വേണ്ടി സേവനം ചെയ്യുക. ഇനി കീ തിങ്കർ സ്വാമി വിവേകാനന്ദ. വേദാന്തിക് സോഷ്യലിസം ഈസ് സ്ട്രോങ്ലി ലിങ്ക്ഡ് ടു സ്വാമി വിവേകാനന്ദൻ്റെ ആശയങ്ങളുമായിട്ട് വേദാന്തിക് സോഷ്യലിസം കണക്ട് ചെയ്യുന്നുണ്ട്. ദെൻ ദരിദ്ര നാരായണ സേവ, അതായത് സർവീസ് ടു ദ പുവർ ആസ് ഗോഡ്. അദ്ദേഹത്തിൻ്റെ ഒരു ആശയം എന്ന് പറയുന്നത് നമ്മൾ പാവപ്പെട്ടവർക്ക് എന്തെങ്കിലും സേവനം ചെയ്താൽ അത് ഈശ്വരന് സേവനം ചെയ്യുന്നതിന് തുല്യമാണ്. ക്രിട്ടിസൈസ്ഡ് ബോത്ത് എക്സ്ട്രീം ക്യാപിറ്റലിസം, മെറ്റീരിയലിസ്റ്റിക് സോഷ്യലിസം, വാണ്ടഡ് സ്പിരിച്വലൈസ്ഡ് സോഷ്യലിസം. അദ്ദേഹം ഒരു ക്യാപിറ്റലിസ്റ്റിനോ അല്ലെങ്കിൽ മെറ്റീരിയൽ സോഷ്യലിസ്റ്റിനൊക്കെ എതിരായിരുന്നു. ഒരു ആത്മീയമായ സോഷ്യലിസത്തിന് സപ്പോർട്ട് ചെയ്ത ആളാണ് ഇദ്ദേഹം. വേദാന്തിക് സോഷ്യലിസത്തിൻ്റെ ഫീച്ചേഴ്സാണ് സ്പിരിച്വൽ ബേസിസ് ഓഫ് ഇക്വാലിറ്റി. ഇക്വാലിറ്റി കംസ് ഫ്രം സ്പിരിച്വൽ യൂണിറ്റി, നോട്ട് ജസ്റ്റ് എക്കണോമിക് പോളിസി. എക്കണോമിക് പോളിസിയിൽ നിന്നല്ല, സ്പിരിച്വൽ യൂണിറ്റിയിൽ നിന്നാണ് ഇക്വാലിറ്റി വരുന്നത്. രണ്ടാമത്തെ എത്തിക്കൽ സോഷ്യലിസം, ഫോക്കസ് ഓൺ മോറൽ ഡ്യൂട്ടി, കമ്പാഷൻ ആൻഡ് സർവീസ്. വെൽഫെയർ ഓഫ് ഓൾ, സർവോദയ, സർവരുടെയും ഉദയം, അത് ഇൻഫ്ലുവൻസ്ഡ് ഫ്രം മഹാത്മാഗാന്ധി. ദെൻ ബാലൻസ് ഓഫ് മെറ്റീരിയൽ ആൻഡ് സ്പിരിച്വൽ എന്ന് പറയുന്നത് റിജക്റ്റ് പ്യുവർ മെറ്റീരിയലിസം ഓഫ് മാർക്സിസം. മാർക്സിൻ്റെ ആ പ്യുവർ മെറ്റീരിയലിസത്തിനെ റിജക്റ്റ് ചെയ്യുകയാണ് അദ്ദേഹം. എന്നിട്ട് എന്തെടുക്കുകയാണ്? സ്പിരിച്വലായിട്ടുള്ള സോഷ്യലിസമാണ് എടുക്കുന്നത്. ഇമ്പോർട്ടൻസ് എന്തൊക്കെയാണ്? ഇറ്റ് പ്രൊവൈഡ്സ് ഇന്ത്യൻ ആൾട്ടർനേറ്റീവ് ടു വെസ്റ്റേൺ സോഷ്യലിസം. അതുപോലെ തന്നെ സോഷ്യൽ ജസ്റ്റിസ്, ഹ്യൂമൻ ഡിഗ്നിറ്റി, എത്തിക്കൽ പൊളിറ്റിക്സ്, റിലവൻറ്റ് ഫോർ മോഡേൺ വെൽഫെയർ സ്റ്റേറ്റ് ആൻഡ് ഇൻക്ലൂസീവ് ഡെവലപ്മെൻറ്റ്. ശരിക്കും ആത്മീയതയ്ക്ക്, മോറൽ ഐഡിയാസിനൊക്കെ പ്രാധാന്യം കൊടുത്ത പ്രിൻസിപ്പിൾസാണ് ഇതിൽ വരുന്നത് കേട്ടോ. ഇനി വ്യൂസ് ഓൺ കാസ്റ്റ് സിസ്റ്റം. നമ്മുടെ സിലബസിൽ ദയാനന്ദ സരസ്വതിയുടെ രണ്ടാമത്തെ പോയിൻറ്റ്സ് ആയിട്ട് പഠിക്കാനുള്ളത് കാസ്റ്റ് സിസ്റ്റമാണ്. നോക്കാം. ബേസിക് സ്റ്റാൻഡ്. സ്വാമി ദയാനന്ദ സരസ്വതി സ്ട്രോങ്ലി ഒപ്പോസ് ദ കാസ്റ്റ് സിസ്റ്റം ബേസ്ഡ് ഓൺ ബർത്ത്. ജനിക്കുമ്പോൾ തന്നെ നമ്മൾ ഇന്ന ജാതിയിൽ ആണ്, ഇവൻ ജന്മന ഇന്ന ജാതിക്കാരനാണ് എന്ന് പറയുന്നതിനോട് അദ്ദേഹം എതിരാണ്. ഹൗവർ ഹി ഡിഡ് നോട്ട് റിജക്ട് ദ വർണ്ണ സിസ്റ്റം എൻറ്റയർലി. എങ്കിലും ആ വർണ്ണ സിസ്റ്റത്തെ മുഴുവനായിട്ട് അദ്ദേഹം റിജക്റ്റ് ചെയ്യുന്നില്ല. കാസ്റ്റ് ഷുഡ് ബി ബേസ്ഡ് ഓൺ മെറിറ്റ് നോട്ട് ബർത്ത്. നമ്മൾ ജനിച്ച ആ ഒരു അടിസ്ഥാനത്തിലായിരിക്കരുത്,
മറിച്ച് മെറിറ്റിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കണം വർണ്ണം കണക്കാക്കുന്നത്, അല്ലെങ്കിൽ കാസ്റ്റ് കണക്കാക്കേണ്ടത്. വർണ്ണ ബേസ്ഡ് ഓൺ ഗുണ ആൻഡ് കർമ്മ, അവൻ്റെ പ്രവൃത്തിയുടെ ഫലം. സപ്പോർട്ടഡ് ദ വർണ്ണ സിസ്റ്റം ബ്രാഹ്മിൻ, ക്ഷത്രിയ, വൈശ്യ ആൻഡ് ശൂദ്ര. ഇങ്ങനെയാണ് വർണ്ണ സിസ്റ്റത്തെ പൊതുവെ പറയുന്നത്. ബട്ട് ഡിഫൈൻഡ് ഇറ്റ് ബേസ്ഡ് ഓൺ ഗുണ, അദ്ദേഹത്തിൻ്റെ ക്വാളിറ്റിയുടെ അടിസ്ഥാനത്തിൽ. കർമ്മ, അദ്ദേഹത്തിൻ്റെ പ്രവൃത്തിയുടെ അടിസ്ഥാനത്തിൽ വേണം ഒരാൾ ഏത് ജാതിയാണെന്ന് തീരുമാനിക്കാൻ. നോട്ട് ബൈ ബർത്ത് ഓർ ഹെറിഡിറ്റി, നമ്മൾ ജനിച്ച മതമോ അല്ലെങ്കിൽ നമ്മുടെ പാരമ്പര്യമോ നോക്കി ആവരുത്. എ പേഴ്സൺ വിത്ത് നോളജ്, അറിവുള്ളവൻ ബ്രാഹ്മൺ. എ വാരിയർ, ക്ഷത്രിയ. അടുത്തത് ഒപ്പോസിഷൻ ടു ബർത്ത് ബേസ്ഡ് കാസ്റ്റ്. ഹി ക്രിട്ടിസൈസ് ദ റിജിഡ് കാസ്റ്റ് ഹൈറാർക്കി ബിക്കോസ് ഇറ്റ് ക്രിയേറ്റ് സോഷ്യൽ ഇൻഇക്വാലിറ്റി, അല്ലേ? സോഷ്യൽ ഇൻഇക്വാലിറ്റി ക്രിയേറ്റ് ചെയ്യും. അതായത് നമ്മൾ ജന്മന ഇന്ന കാസ്റ്റിലാണ് എന്ന് പറയുമ്പോൾ തന്നെ നമ്മൾ അവസാനം വരെ സോഷ്യൽ ഇൻഇക്വാലിറ്റി, താഴ്ന്ന ജാതിയിലുള്ള ആളാണെങ്കിൽ അവൻ അവസാനം വരെ സോഷ്യൽ ഇൻഇക്വാലിറ്റി തന്നെ നിൽക്കും. ദെൻ ലെഡ്സ് ടു ഓപ്പറേഷൻ ആൻഡ് ഡിസ്ക്രിമിനേഷൻ, അവിടെ വിവേചനവും ഓപ്പറേഷനും ഉണ്ടാകും. ദെൻ ഹി ഹാസ് നോ ബേസിസ് ഇൻ ട്രൂ വേദിക് ടീച്ചിങ്, അവന് ശരിയായ വിധത്തിലുള്ള വേദിക് ടീച്ചിങ്സ് ലഭിക്കുകയില്ല. അക്കോർഡിംഗ് ടു ഹിം വേദ സപ്പോർട്ട് ഇക്വാലിറ്റി നോട്ട് കാസ്റ്റ് റിജിഡിറ്റി, അതുകൊണ്ട് തന്നെ വേദ എന്ത് ചെയ്യാണ്? ഇക്വാലിറ്റിയെ സപ്പോർട്ട് ചെയ്യുന്നു. എഗെയിൻസ്റ്റ് അൺടച്ചബിലിറ്റി, സ്ട്രോങ്ലി ഒപ്പോസ്ഡ് അൺടച്ചബിലിറ്റി, കൺസിഡേർഡ് ഇറ്റ് ഇൻഹ്യൂമൻ എഗെയിൻസ്റ്റ് വേദിക് പ്രിൻസിപ്പിൾ, അതായത് മനുഷ്യത്വമില്ലാതിരിക്കുക, വേദിക് പ്രിൻസിപ്പിളിന് എതിരാണ് ഈ അൺടച്ചബിലിറ്റി എന്ന് പറയുന്ന ആശയം. ഓക്കെ, സോഷ്യൽ റിഫോം ഒബ്ജക്റ്റീവ്സ്. ത്രൂ ദ ആര്യ സമാജ് he aimed to remove caste discrimination, promote social equality and unity, reform Hindu society. ആറാമത്തത് മെറിറ്റോക്രസി ആൻഡ് മൊബിലിറ്റി. Individuals can change their varna based on ability and work. It encouraged education and moral development. ഓക്കെ, അപ്പോൾ സ്വാമി ദയാനന്ദ സരസ്വതി അദ്ദേഹത്തിൻ്റെ വേദാന്തി സോഷ്യലിസ്റ്റ് നമ്മൾ പഠിച്ചു, അതുപോലെ തന്നെ കാസ്റ്റ് സിസ്റ്റവും പഠിച്ചു. ഇത് രണ്ടും നമുക്ക് എക്സാമിനുള്ളതാണ്. നന്നായിട്ടൊന്ന് വായിച്ചാൽ കിട്ടും, സിമ്പിളാണ്. ഓക്കെ, താങ്ക് യു വെരി മച്ച്. ക്ലാസ് ഇഷ്ടപ്പെട്ട ലൈക്ക്, സബ്സ്ക്രൈബ്, ഷെയർ. താങ്ക് യു.